രാഗേഷാണ് ഇന്ന് പത്രവിശേഷങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. തുടങ്ങിക്കോളൂ പത്രവിശേഷങ്ങൾ. തീർച്ചയായിട്ടും. കാരണം ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിലുണ്ട്. ഇന്ന് മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്ത CBSE പരീക്ഷാ നടത്തിപ്പ് വീഴ്ച തന്നെ എന്ന തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിക്ക് പിഴ ചുമത്തി തടിയൂരാൻ ശ്രമം എന്നുകൂടി ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12ാം ക്ലാസ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സേവനത്തിനായി കരാറെടുത്ത സ്വകാര്യ കമ്പനിയായ കോംപ്റ്റ് എഡ്യൂടെക്കിന് CBSE പിഴ ചുമത്തിയേക്കും എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം കോക്രോച്ച് പാർട്ടി സമരത്തിന് എന്ന വാർത്ത കൂടി മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ ശനിയാഴ്ച ഡൽഹിയിൽ എത്തുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കാര്യം കൂടി ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാതൃഭൂമി. അവിടെ നിന്ന് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഗ്യാസ് ബോംബ് എന്ന തലക്കെട്ടോടു കൂടിയാണ് പാചകവാതക വില വർധനയ്ക്ക് മാതൃഭൂമി ആ വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നത്. 4 മാസത്തിനിടെ കൂട്ടിയത് 1422 രൂപ എന്ന കണക്ക് കൂടി മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം വിമാന ഇന്ധനവില കുറച്ചു എന്ന വാർത്ത കൂടി അതിനോടൊപ്പം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക് വന്നാൽ നവീൻ ബാബുവിൻ്റെ മരണം പങ്കാളിത്ത കരാർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പമ്പിന് പിന്നിൽ ആരെന്നത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമെന്ന് സംശയം എന്ന കാര്യം കൂടി ആ വാർത്തയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ തന്നെ ഉൾപേജിലേക്ക് വന്നാൽ ഒരു ദേശീയ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അത് DMKയുടെ പിന്തുണ BJP തേടി എന്നുള്ള വാർത്തയാണ്. മണ്ഡല പുനർനിർണയ ബില്ലിനായി BJP DMKയുടെ പിന്തുണ തേടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിനും ശ്രമം, പ്രതിപക്ഷ വിള്ളൽ മുതലെടുക്കാൻ ശ്രമം എന്ന വാർത്തയാണ് മാതൃഭൂമി ഏതായാലും നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ മലയാള മനോരമയും CBSEയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. CBSE 12 പുനർമൂല്യനിർണ്ണയ പോർട്ടൽ നിശ്ചയം കൊല്ലാക്കൊല എന്നാണ് മനോരമ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അപേക്ഷ നൽകാനാകാതെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിലക്കു പട്ടികയിലുള്ള കമ്പനിക്ക് കരാർ, വിശദീകരണം തേടി കേന്ദ്രം എന്നാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. പ്രതിഷേധത്തിന് പാറ്റകൾ എത്തുന്നു എന്ന വാർത്ത കൂടി പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ സ്കൂൾ കെട്ടിടം തകർന്നു വീണതുകൂടി ഒന്നാം പേജിൽ ചിത്രസഹിതം നൽകിയിട്ടുണ്ട് മലയാള മനോരമ. സ്കൂൾ വളപ്പിലെ കെട്ടിടം തകർന്നു, തലനാരിഴയ്ക്ക് അപകടം, തിരുവനന്തപുരത്തെ സമഗ്ര ശിക്ഷ കേരളം പദ്ധതി ഓഫീസിൽ എന്നാണ് ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുന്നത്. കൂടാതെ പിണറായി വിജയൻ്റെ വാഹനം മാറുന്നൊരു വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മലയാള മനോരമ. കറുപ്പ് വിട്ട് പിണറായി വെള്ളക്കാറിലേക്ക് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. 99ാം നമ്പർ ആവശ്യപ്പെട്ടു ഒപ്പം തന്നെ മുഖ്യമന്ത്രി കാലത്തെ ഫോൺ നമ്പർ പോയി എന്നൊരു ബോക്സ് വാർത്ത കൂടി മലയാള മനോരമ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം പേജിൽ അതിനോടൊപ്പമുള്ളൊരു മറ്റൊരു വാർത്ത CMRൻ്റെ അപ്പീലിൽ ഹൈക്കോടതി വിധി 5 എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. CMR എക്സാലോജി സൊല്യൂഷൻസ് പണമിടപാടിൽ ED അന്വേഷണത്തിലുള്ള CMRLൻ്റെ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 5 വിധി പറയുമെന്ന വാർത്ത നൽകിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ സിലിണ്ടർ വില 46 രൂപ കൂട്ടി എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട് മലയാള മനോരമ ഒന്നാം പേജിൽ. ഉൾപേജുകളിലേക്ക് വന്നാൽ LDF യോഗത്തിന് ഞങ്ങളില്ല എന്ന ഉപനേതൃപദവി സംബന്ധിച്ച് CPIയുടെ ഭീഷണി കത്ത്, ആവശ്യം അംഗീകരിക്കാതെ നിയമസഭാ കക്ഷിയോഗം വിളിക്കരുതെന്ന് CPI എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞൊരു പ്രതികരണം കോട്ടായി നൽകിയിട്ടുണ്ട്. LDFൻ്റെ രാഷ്ട്രീയവും ഐക്യവും ഉയർത്തിപ്പിടിക്കേണ്ടത് CPIയുടെ പോലെ തന്നെ CPMൻ്റെയും ആവശ്യമാണ്. അതിന് മുറിവേൽക്കാതിരിക്കാൻ നോക്കേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന കാര്യം കൂടി ഒരു കോട്ടായി നൽകിയിട്ടുണ്ട് മലയാള മനോരമ. അവിടെ നിന്ന് ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും US ബോംബിംഗ്, തിരിച്ചടിച്ച് ഇറാൻ, സമാധാനം അകലെ എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ഒപ്പം ലബനനിലെ നഗരത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ചിത്രസഹിതമാണ് ആ വാർത്ത നൽകുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ LPG വില വീണ്ടും കൂട്ടി എന്ന വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് 2 നേരത്തെ മാതൃഭൂമിയിലും മനോരമയിലും ഇല്ലാത്ത മറ്റ് 2 വാർത്തകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്നാം പേജിൽ. അതൊന്ന് അതിവേഗ പാത മാറിയത് പേര് മാത്രം എന്നാണ് ആ തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനി ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആഘാത പരിഹാരത്തിനും ഭൂമി കൊടുക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാര പാക്കേജിലും കേരളയിൽ നൽകിയ ഉറപ്പുകൾ പുതിയ പാതയിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി ദേശാഭിമാനി പങ്കുവെക്കുന്നുണ്ട്. സിൽവർ ലൈൻ മുടക്കിയതെന്തിന് UDF വിശദീകരിക്കേണ്ടി വരും എന്ന കാര്യം കൂടി അതിനകത്ത് പറയുന്നു. ഒപ്പം തോട്ടപ്പള്ളിയിലെ പൊതുമേഖലാ ഖനനം നിർത്താൻ നീക്കം, കരിമണലിലും ഡീൽ, ഖനന വിരുദ്ധ സമിതിയെ മറയാക്കി സ്വകാര്യ കുത്തകകൾക്ക്
അനിയന്ത്രിത ലംഘനത്തിന് വഴി തുറക്കുന്നു എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി ഏതായാലും ഒന്നാം പേജിൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ CMRലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മാസപ്പടി കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാം, അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ഈ ഇടി തുടരും എന്ന തലക്കെട്ടോടു കൂടിയാണ് വീക്ഷണം ഏതായാലും ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് രാവിലെ 9 എന്ന വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് വീക്ഷണം. കൂടാതെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം തള്ളി വിചാരണ തുടരും എന്ന വാർത്ത കൂടി വീക്ഷണം ഏതായാലും ഒന്നാം പേജിൽ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ ചന്ദ്രികയും സമാനമായ രീതിയിൽ തന്നെയാണ്. മാസപ്പടി കേസ് തന്നെയാണ്, CMR ലെക്സാലോജി കേസ് തന്നെയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. മാസപ്പടി കേസിൽ വീണ വിജയന് ആശ്വാസമില്ല, ED അന്വേഷണം തുടരാം, സ്റ്റേ ഇല്ല എന്നുള്ള വാർത്തയാണ് ഏതായാലും ചന്ദ്രിക നൽകിയിട്ടുള്ളത്. ഒപ്പം വിമാനത്തിലെ പ്രതിഷേധം വ്യോമയാന വകുപ്പ് ഒഴിവാക്കി, പോലീസ് റിപ്പോർട്ട് കോടതിയിൽ അംഗീകരിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെയുള്ള വിമാനത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലെ വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയുള്ള പോലീസ് റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അംഗീകരിച്ചു എന്നുള്ള വാർത്ത ഏതായാലും ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ ചന്ദ്രിക നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലും സമാനമായ രീതിയിൽ വീണയ്ക്കെതിരെ നടപടി തുടരാൻ അനുമതി എന്ന വാർത്തയാണ് ജന്മഭൂമിയും ഏതായാലും ഒന്നാം പേജിൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. മറ്റു പത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമം വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് ഏതായാലും വീണ്ടും വെടിയൊച്ച, ചർച്ച നിർത്തി എന്നുള്ള വാർത്തയാണ് ഏതായാലും മാധ്യമം വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ തന്നെ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മാധ്യമം. കാരണം പാറ്റകൾ തെരുവിലിറങ്ങും, നയിക്കാൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മാധ്യമം പിന്നീട് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതിയിലേക്ക് പുതിയ 5 ജഡ്ജിമാർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഏതായാലും ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ദീപികയിലേക്ക് വരികയാണെങ്കിൽ ഹോർമുസ് ഒഴിവാക്കാം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഏതായാലും ദീപിക ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളതും അത് തന്നെയാണ്. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ എന്ന വാർത്തയാണ് ദീപിക ഏതായാലും ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. ജനയുഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റു പത്രങ്ങൾ കാണാത്തൊരു തലക്കെട്ടുമായാണ് ജനയുഗം ഏതായാലും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അത് പശ്ചിമ ബംഗാളിൽ BJPയുടെ ബുൾഡോസർ രാജ് എന്നാണ് നൽകിയിട്ടുള്ളത് തലക്കെട്ട്. ഡംഡം ഉത്തർപാറ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ കുടിയൊഴിപ്പിക്കൽ, ആയിരക്കണക്കിന് വ്യാപാരികൾ വഴിയാധാരം എന്ന വാർത്തയാണ് ഏതായാലും നൽകിയിട്ടുള്ളത് ജനയുഗം. ഇനി കായികം, പ്രത്യേകിച്ച് ലോകകപ്പ് ആകുന്നു, ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒപ്പം തന്നെ RCBയുടെ വിജയാഘോഷം, തുടർച്ചയായ 2ാം നേട്ടമൊക്കെ തന്നെ കായികം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മലയാള മനോരമയുടെ തലക്കെട്ട് RCBയുടെ പഞ്ച് തന്ത്രം എന്നുള്ളതാണ്. വിരാട് കോഹ്ലിയുടെയും ഒപ്പം തന്നെ രജത് പട്ടീദാറിൻ്റെയും ചിത്രം, അവർ ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം സഹിതമാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ക്യാപ്റ്റൻ കൂൾ, കോഹ്ലി ഫാക്ടർ, പെർഫെക്റ്റ് പ്ലാൻ തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ ആൻഡി ഫ്ലവറിൻ്റെയും ദിനേശ് കാർത്തിക്കിൻ്റെയും ഒക്കെ ചിത്രം സഹിതം വാർത്ത ഏതായാലും നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ദേശാഭിമാനിയിലും സമാനമായ രീതിയിൽ വേൾഡ് കപ്പ് തന്നെയാണ്, അരികിലെത്തി മഹോത്സവം എന്ന വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം നിയമം കർക്കശമാക്കുന്നുണ്ട് ഫിഫ എന്ന വാർത്ത കൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ വിരാട സാമ്രാജ്യം, ഒപ്പം തന്നെ വൈഭവിന് പ്രവേശനോത്സവം എന്നാണ് അവരുടെ തലക്കെട്ട് അതിന് നൽകിയിട്ടുള്ളത്. കൂടാതെ റോയൽ വിക്ടറി എന്ന സുപ്രഭാതവും റോയൽ ചാമ്പ്യൻസ് എന്ന് മെട്രോയും നൽകിയിട്ടുണ്ട് വലിയ പ്രാധാന്യത്തോടു തന്നെ കായിക പേജിൽ. ഏതായാലും വീണ്ടും സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സേതുവിലേക്ക് വീണ്ടും